യോഹന്നാന്റെ സുവിശേഷം 10:11. ഞാൻ നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഭൂമിയിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. നിരന്തരം യുദ്ധങ്ങൾ, അക്രമങ്ങൾ തുടങ്ങിയവ നേരിടുന്ന, ജീവിതം എപ്പോഴും ഭീഷണി നേരിടുന്ന സമൂഹത്തിന് മാത്രമേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയൂ. സുരക്ഷിതമായി ജീവിക്കാൻ അതാത് സമയത്തെ ഭീഷണികൾ നേരിടാനും പ്രതിരോധിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ വേണം. ലോകരാജ്യങ്ങൾ അവരുടെ സമ്പത്തിൻ്റെ വലിയൊരു പങ്ക് പ്രതിരോധായുധങ്ങൾക്കും സംവിധാനങ്ങൾക്കും വേണ്ടി ചെലവിടുന്നത് തങ്ങളുടെ ജനതയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. യുദ്ധങ്ങൾ മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങളും മഹാവ്യാധികളുമെല്ലാം മനുഷ്യൻ്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്നവയാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യരെ ആടുകളോട് ഉപമിച്ചിരിക്കുന്നു. അവരെ സംരക്ഷിക്കുന്ന ഇടയനായി തന്നെ പരിചയപ്പെടുത്തുന്നു. തൊട്ടു മുൻപത്തെ വാക്യത്തിൽ ആടുകളെ നശിപ്പിക്കാൻ വരുന്ന ശത്രുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവയെ കൊള്ളയടിക്കാനും അറുപ്പാനുമൊക്കെയാണ് ദുഷ്ടൻ വരുന്നത്. എന്നാൽ യേശു ലോകത്തിലേക്ക് വന്നത് അവയ്ക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. അത് എങ്ങനെ നൽകുന്നു എന്നാണ് തുടർന്ന് പറയുന്നത്. ആടുകൾക്കായി തൻ്റെ ജീവൻ കൊടുത്ത് അവിടുന്ന് അവയെ രക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു. ദുഷ്ടനായ പിശാച് അനേകരെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. വ്യക്തികളെ, കുടുംബങ്ങളെ, സമൂഹങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടുന്നു. പല വിധത്തിൽ പ്രാണഭയം സൃഷ്ടിക്കുന്നു. എന്നാൽ അവയെല്ലാറ്റിൽ നിന്നും വിടുവിക്കാനും സംരക്ഷിക്കാനും കഴിയുന്നത് യേശുവിന് മാത്രമാണ്. ആടുകൾക്കായി നല്ല ഇടയനായി അവിടുന്ന് ക്രൂശിൽ ജീവൻ നൽകിയപ്പോൾ ശത്രുവായ പിശാച് പരാജിതനായി. അവൻ്റെ മരണമെന്ന ആയുധത്തിൻ്റെ ബലം തകർന്നു. യേശുക്രിസ്തുവിൽ നിത്യജീവൻ ഉള്ളതിനാൽ തൻ്റെ ആടുകൾക്ക് മരണഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നു. മരിച്ചാലും ജീവിക്കും എന്ന ബോധ്യമുള്ളതിനേക്കാൾ വലിയ സുരക്ഷിത ബോധം എന്തുണ്ട്? യേശുവിൻ്റെ കൈക്കീഴിലെ ആടുകളായി അവസാനം വരെ തൻ്റെ പിന്നാലെ ചെല്ലാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.